ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാൻറ്റസിയുടെ മറ്റൊരു എപ്പിസോഡിൻ്റെ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത്, എനിക്ക് ധാരാളം ഡ്രാഫ്റ്റുകൾ ഇങ്ങനെ പേഴ്സണൽ മെസ്സേജിൽ വരുന്നുണ്ട്. അപ്പോൾ അത് കുറേ ഡ്രാഫ്റ്റുകൾ ഞാൻ നോക്കുന്നുണ്ട്, എല്ലാവർക്കും റിപ്ലൈ എടുക്കാൻ സാധിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും ആ ഡ്രാഫ്റ്റിലൊക്കെ ഞാൻ നോക്കിയപ്പോൾ കണ്ടത് കുറേ ആളുകൾക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. ചില ബൈയൊക്കെ നമുക്ക് കണ്ടാൽ കുറേ ബൈയൊക്കെ നമുക്ക് വളരെ ബ്ലണ്ടറായിട്ട് തോന്നും. കാരണം വെച്ചാൽ നമ്മൾ എടുത്തു വെക്കുന്ന ചില പ്ലേയേഴ്സ് നമുക്ക് ഒരു ബന്ധമില്ലാത്ത, അല്ലെങ്കിൽ ഇവൻ കളിക്കാൻ പോലും ഇല്ലാത്ത പ്ലേയേഴ്സിനെയൊക്കെ ചിലർ എടുത്ത് വെച്ചിട്ട് ഡ്രാഫ്റ്റ് ഇപ്പോഴും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എക്സ്പെഷ്യലി ഒരു ഗെയിം വീക്ക് വണ്ണിൽ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതൊക്കെ കളിക്കാർ അറ്റ്ലീസ്റ്റ് കളിക്കുമെന്ന് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. സോ അത്തരത്തിലുള്ളൊരു ഇനീഷ്യൽ ബ്ലണ്ടർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഡ്രാഫ്റ്റ് ഇങ്ങനൊരു വീഡിയോ നമ്മൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഈ ഒരു വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോ പൊസിഷനിലായിട്ടും എടുത്തു വയ്ക്കാൻ കഴിയുന്ന കളിക്കാരെല്ലാം ആരെല്ലാമാണെന്ന് പെട്ടെന്ന് പറഞ്ഞു. കൂടുതൽ ഡീറ്റെയിൽസിലോട്ടൊന്നും നമ്മൾ പോയില്ല. ഞാൻ ആദ്യമേ പറഞ്ഞ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തൊരു കണ്ടന്റ് ആണ്. അത് നമുക്ക് എന്നെ സഹായിച്ചത് നമ്മുടെ ക്രിസ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിയാണ് ഇങ്ങനത്തെ ഒരു കണ്ടന്റിന് വേണ്ടി എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ആയിരിക്കില്ല. നമുക്ക് ഗോൾ കീപ്പേഴ്സിനെ മൊത്തത്തിലൊന്ന് പരിശോധിച്ച് പോകണം, ഡിഫൻഡേഴ്സിനെ പരിശോധിച്ച് പോകണം, മിഡ്ഫീൽഡേഴ്സ്, ഫോർവേഡ്സ് നമുക്ക് പരിശോധിച്ച് പോകണം. അപ്പോൾ നമ്മൾ ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഓരോ കാറ്റഗറിയിലും പ്ലേയേഴ്സിനെ, ഈ ടോപ്പ് ടയർ പ്ലേയേഴ്സ്, ഗേറ്റ് പിക്ക്, ഡീസെന്റ്, റിസ്കി, അങ്ങനെ അവോയ്ഡ് എൻ്റെ കാറ്റഗറൈസ് ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം ഏതൊക്കെ പ്ലേയേഴ്സിനാണ് നമ്മൾ നിർബന്ധമായിട്ട് വാങ്ങേണ്ടത്, അതുപോലെ ഏതൊക്കെ പ്ലേയേഴ്സിനാണ് നമ്മൾ നിർബന്ധമായിട്ടും അവോയ്ഡ് ചെയ്യേണ്ടതൊക്കെ മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യം ഒന്നുകൂടെ പറയുന്നു, മൊത്തത്തിലൊരു എല്ലാ പൊസിഷനിലും ഒരു ഐഡിയ ഉണ്ടാക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന വളരെ ചെറിയൊരു കണ്ടന്റ് മാത്രമാണിത്. ഒത്തിരി പ്രിപ്പയർ ചെയ്തതല്ല, അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഡീറ്റെയിൽസ് ആയിട്ട് സംസാരിക്കാനും കഴിയില്ല. എന്നിരുന്നാലും പറ്റുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് സമയം കളയാതെ വീഡിയോയിലിട്ട് പോകും. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഗോൾ കീപ്പർ പൊസിഷനായിട്ടാണ്. ഗോൾ കീപ്പർ പൊസിഷനിലായിട്ട് നമുക്ക് വളരെ കുറച്ച് ഓപ്ഷൻസ് മാത്രം തൽക്കാലമുള്ളൂ. അതിൽ തന്നെ ഏറ്റവും ടോപ്പ് ടയർ വരുന്നത്, അതായത് ഏറ്റവും എടുക്കാൻ പ്രയോറിറ്റി കാണിക്കുന്നത് ഫ്ലെക്കിനെയാണ്. എന്തുകൊണ്ട് ഫ്ലെക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ കറന്റ് പ്രൈസിങ് വെച്ചിട്ട് നമുക്ക് ഒരു വില കൂടിയ ഗോൾ കീപ്പർ നമുക്ക് എടുക്കാൻ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത്, ബിക്കോസ് ഓഫ് ഹാളൻഡ് ആൻഡ് സല. ഇത്തരം പ്രൈം പ്ലേയേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ഗോൾ കീപ്പർ പൊസിഷനിലായിട്ട് 90% ആളുകളും ഒരു ബഡ്ജറ്റ് ഓപ്ഷൻസിലായിട്ടായിരിക്കും പോകുന്നത്. അങ്ങനെ 4.5 എന്നൊരു ഓപ്ഷൻസിലായിട്ട് വരുമ്പോൾ ഏറ്റവും മികച്ച പിക്ക് ഫ്ലെക്കൻ തന്നെയായിരിക്കും. ബ്രെൻഫോർഡ് ഡിഫൻസിന് കഴിഞ്ഞ സീസണിൽ പരിക്കുകളുണ്ടായിരുന്നു, എന്നാൽ ഈ സീസണിൽ അവർ ഡിഫൻസ് ഫുൾ സെറ്റിൽ വരാൻ ചാൻസ് ഉണ്ട്. എക്സ്പെക്റ്റഡ് ഗോൾ കൺസീഡ് വളരെ കുറവായിരുന്നു. ഒന്നാമത്തെ ഗെയിം വീക്ക് മുതൽ ഗെയിം വീക്ക് 8 വരെ AI പറയുന്ന പ്രകാരം 4.5 റേഞ്ചിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ഗോൾ കീപ്പർ അത് ഫ്ലെക്കൻ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഫ്ലെക്കൻ ടോപ്പ് ടയറിലായിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ 4.5 നിങ്ങളൊരു ഗോൾ കീപ്പർ നോക്കുന്നതെങ്കിൽ ഫ്ലെക്കൻ തന്നെയാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒരു അടുത്തൊരു കാറ്റഗറിയിൽ വരികയാണെങ്കിൽ ഈ പറഞ്ഞ നമുക്കുള്ളത് ഡീൻ ഹെൻഡേഴ്സണും പിക്ഫോർഡും ആണുള്ളത്. ഈ രണ്ട് ഗോൾ കീപ്പേഴ്സും വളരെ മികച്ച പിക്ക് എന്ന് പറയേണ്ടി വരും. ഡീൻ ഹെൻഡേഴ്സിനെ സംബന്ധിച്ച് അവരുടെ ക്രിസ്റ്റൽ പാലസിനെ മികച്ച ഡിഫൻസ് റെക്കോർഡ്സ് വരുന്നു. അവരെ പുതിയ കോച്ച് നല്ല രീതിയിൽ കളിപ്പിക്കുന്നു. അവിടെ ഒരു നമുക്ക് ഡീൻ ഹെൻഡേഴ്സൺ ഇത്ര നാൾ നമുക്ക് എടുക്കാൻ മടിച്ചിരുന്ന ഒരു കാര്യം, ജോൺ സ്റ്റോൺ എന്ന് പറഞ്ഞ മറ്റൊരു ഗോൾ കീപ്പർ അവിടെ ഉള്ളതുകൊണ്ടാണ്. ഏറെക്കുറെ ജോൺ സ്റ്റോൺ സെക്കൻഡ് കീപ്പർ ആയിരിക്കും, അല്ലെങ്കിൽ പുള്ളി ട്രാൻസ്ഫർ ചെയ്ത് പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ടും ഹെൻഡേഴ്സൺ തന്നെയായിരിക്കും അവിടുത്തെ ഫസ്റ്റ് കീപ്പർ എന്നുള്ളത്. ഒരു ഹെൻഡേഴ്സൺ ഒരു 9 ഗോൾ കീപ്പർ ആക്കുന്നു. ക്രിസ്റ്റൽ പാലസ് മികച്ച ടീമാണ്, ഈസി ഫിക്സസ് ആണ് വരുന്നത്. അതുകൊണ്ട് ഹെൻഡേഴ്സൺ വളരെ മികച്ചൊരു ഓപ്ഷൻ തന്നെയാണ്. അതിന് കൂടെ മറ്റൊരു കീപ്പർ പിക്ഫോർഡ് ആണ്. കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ താരം പിക്ഫോർഡ് ആണ്. ഗോൾ കീപ്പർ പൊസിഷനിൽ 153 പോയിന്റുകൾ താരം സ്വന്തമാക്കിയിട്ടുണ്ട്. പെർ ഗെയിമിൽ 4 പോയിന്റ്സ് എന്ന ആവറേജ് താരത്തിന് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. നമ്മുടെ അവരുടെ കോച്ചാണെങ്കിൽ ഷോൺ ഡൈഷ് ആണെങ്കിൽ ഡിഫൻസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോച്ചാണ്. അതുകൊണ്ട് തന്നെ എവർത്തിന്റെ ഡിഫൻസീവ് സ്റ്റാറ്റ്സ് കഴിഞ്ഞ സീസണിൽ മികച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പിക്ഫോർഡ് വളരെ മികച്ചൊരു ഓപ്ഷൻ ആവുന്നുണ്ട്. ഇനി അതല്ലാതെ വരുവാണെങ്കിൽ ഒരു ഡീസന്റ് പിക്ക് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ നമ്മൾ വരുന്നത് റയാണ്. റയ എന്ന് പറയുമ്പോൾ ആഴ്സണലിന് ഗോൾ കീപ്പറാണ്. റയ എന്തുകൊണ്ട് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നു വെച്ചാൽ, നിങ്ങൾക്ക് ലെറ്റ്സ് നമ്മൾ ടീമൊക്കെ ഉണ്ടാക്കി നമുക്കൊരു ആഴ്സണൽ ഡിഫൻസിലായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ലെറ്റ്സ് ഒരു ഇപ്പോൾ സാലിബേനെ മേടിക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗബ്രിയലിനെ മേടിക്കണമെങ്കിൽ 6 മില്യൺ ആണ് വില. നിങ്ങൾക്ക് ആ ഒരു ബഡ്ജറ്റില്ല. എന്നാൽ നിങ്ങളുടെ 5.5 മില്യൺ ഉള്ളൂ. 5.5 മില്യൺ വാങ്ങി വെക്കാൻ കഴിയുന്ന ഒരു കൺഫേം ആഴ്സണൽ ഡിഫൻഡർ ഇല്ല. റൊട്ടേഷൻ റിസ്ക് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ആഴ്സണൽ ഡിഫൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ആലോചിക്കേണ്ട കേസ് റയ എന്ന ഗോൾ കീപ്പറെ കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്തായാലും ക്ലീൻ ഷീറ്റ് കിട്ടും. ആഴ്സണൽ ഡിഫൻസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, ഒരിക്കലും ഒരു അറ്റാക്കിംഗ് പൊട്ടൻഷ്യൽ ആണ് നോക്കുന്നത്, അവർ ക്ലീൻ ഷീറ്റ് പൊട്ടൻഷ്യൽ ആണ് നോക്കുന്നത്. അപ്പോൾ റയയിലൂടെ നമുക്കത് കവർ ചെയ്യാൻ കഴിയും. സോ ആഴ്സണൽ ഡിഫൻസിനെ പൈസ കൊണ്ട് അഫോർഡ് ചെയ്യാൻ കഴിയാത്തവർക്ക് ആ ഒരു ഡിഫൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മാർഗം എന്നുള്ളത് റയാണ്. അതുപോലെ തന്നെയാണ് അലിസന്റെ കാര്യം പറയുന്നത്. 3.8 പോയിന്റ്സ് പെർ ഗെയിമാണ് കഴിഞ്ഞ സീസണിൽ അലിസന്റെ ഒരു ആവറേജ് എന്ന് പറയുന്നത്. നമുക്ക് ടീമിനായിട്ട് എടുത്തു കഴിയുന്ന ഒരു പ്ലെയറാണ് അലീസ എന്ന് പറയുന്നത്. എന്നിരുന്നാലും റയാണ് ഈ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, എടുത്തു പറയേണ്ട ഒരു താരം എന്ന് പറയുന്നത്. പിന്നുള്ളത് എമിലിയാനോ മാർട്ടിനസ് ആണ്. 98 സേവ്സ് ആണ് കഴിഞ്ഞ സീസണിൽ എമിലിയാനോ മാർട്ടിനസ് കരസ്ഥമാക്കിയത്. എമിലിയാനോ മാർട്ടിനസ് എന്തുകൊണ്ട് ഡീസന്റ് പിക്ക് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനീഷ്യലി ആസ്തമയിലേക്ക് വരുന്ന ഈസി ഫിക്സേഴ്സ്
എമിലിയാനോ മാർട്ടിനസിന് ക്ലീൻ ഷീറ്റ് പൊട്ടൻഷ്യലും അതുപോലെ തന്നെ സേവ് പോയിന്റും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാർട്ടിനസ് നല്ലൊരു ഓപ്ഷനാണ്. ഇതേ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു പേര് ആരിയോളയാണ്. ആരിയോള വെസ്റ്റ് ഹാമിന്റെ ഗോൾ കീപ്പറാണ്. ആരിയോളിനെ എടുക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് താരത്തിന് സേവ് പോയിന്റ് കണ്ടമാനം കിട്ടാനുള്ള ചാൻസ് ആണ്. മികച്ചൊരു ഷോർട്ട് സ്റ്റോപ്പറാണ് ആരിയോള. വെസ്റ്റ് ഹാമിന്റെ ഡിഫൻസ് വെസ്റ്റ് ഹാമിന്റെ ഫിക്സ്റ്റേഴ്സ് അത്ര മികച്ചതല്ല എന്ന് നമുക്കറിയാം. കഴിഞ്ഞ സീസണിൽ ഗോളുകൾ മണിയുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെസ്റ്റ് ഹാമിന്റെ ഡിഫൻസ് അവർ ടൈറ്റൻ ചെയ്തിട്ടുണ്ട്. യുണൈറ്റഡിന്റെ ഡിഫൻഡറായിട്ടുള്ള ആരോമാൻ ബിസാക്കിനെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടോഡിബോ എന്ന് പറഞ്ഞ മറ്റൊരു ഡിഫൻഡറേയും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അവരൊക്കെ ഫസ്റ്റ് ടീമിൽ കളിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡിഫൻസീവ് സ്റ്റാറ്റ്സ് ഇംപ്രൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആരിയോളിക്ക് ക്ലീൻ ഷീറ്റ് പൊട്ടൻഷ്യലും വരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന സേവ് പോയിന്റ് അവിടെ ഒരു ആഡ് ഓൺ ആയിട്ട് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ആരിയോള ഒരു ഡീസന്റ് ഗോൾ കീപ്പിംഗ് പിക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി റിസ്കി ആയിട്ട് രണ്ടുമൂന്ന് ഗോൾ കീപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് എഡേഴ്സൺ ആണ്. സിറ്റി ഡിഫൻസ് അല്ലെങ്കിൽ സിറ്റി എന്ന ടീം വളരെ മികച്ച ടീമാണ്, സംശയമൊന്നുമില്ല. അവർ ഡിഫൻസ് അത്ര മോശമെന്ന് പറയാൻ കഴിയില്ല. എന്നിരുന്നാൽ പോലും ഒരു 90 മിനിറ്റ് ഒരു ചാൻസ് ആണെങ്കിലും കൺസീഡ് ചിലപ്പോൾ ഒരു ഗോളാവുന്ന ഒരു പ്രതിഭാസം സിറ്റിക്ക് സംഭവിക്കുന്നുണ്ട്. അത് അവരുടെ ഒരു ബലഹീനത തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ എഡേഴ്സിനെ സംബന്ധിച്ച് ക്ലീൻ ഷീറ്റ് കിട്ടാനുള്ള ചാൻസ് ഇല്ല. പിന്നെയുള്ള ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞാൽ സേവിങ് പോയിന്റ് വരിക എന്ന് പറയുന്നത്. സേവിങ് പോയിന്റ് വരിക എന്ന് വെച്ചാൽ സിറ്റിയെ സംബന്ധിച്ച് സിറ്റിയുടെ പോസ്റ്റിലിട്ട് അങ്ങനെ ആരും തുരുതുരാന്ന് അടിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എഡേഴ്സൺ 90 മിനിറ്റ് ചുമ്മാ പോസ്റ്റ് ചെയ്തായിരിക്കും. ചിലപ്പോൾ ഒരു പന്ത് വരും, അത് ആ വലയിലേക്ക് ആക്കുന്നു, ആ ക്ലീൻ ഷീറ്റും പോകുന്നു, നമ്മൾ വെറുതെ ഇരിക്കുന്നു. അങ്ങനെ ഒരു താരത്തെ നമ്മൾ ടീമിനായിട്ട് ഇടുന്ന കാര്യമില്ല, സിറ്റി ആണെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ എഡേഴ്സൺ ഒഴിവാക്കുന്നു. അടുത്ത് നമ്മുടെ ഉള്ളത് എഡേഴ്സൺ അയൽവക്കക്കാരനായിട്ടുള്ള ഒനാനയാണ്. ഇതിന്റെ മറ്റൊരു വെർഷനാണ് ഒനാന എന്ന് പറയുന്നത്. ഒനാനെ സംബന്ധിച്ച് ക്ലീൻ ഷീറ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടായ കാര്യമാണ് ഒനാനെ സംബന്ധിച്ച്. അതിനായിട്ട് യുണൈറ്റഡ് ഡിഫൻസ് ഏത് രീതിയിലൊരു ഗോൾ വഴങ്ങാൻ ശ്രമിക്കും, എന്താ കാരണം എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഒനാന യുണൈറ്റഡിന്റെ ഇപ്പോഴത്തെ ഒരു ഡിഫൻസീവ് കളി വെച്ചിട്ട് തൽക്കാലം ഒനാനയിൽ പോകാതിരിക്കുക. ഈ പറഞ്ഞ ഡിലേറ്റിലൊരു ഈ പറഞ്ഞ സൈനിങ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എത്രത്തോളം ഒരു ടീമായിട്ട് ഒത്തിണങ്ങിയ ഒരു ക്ലീൻ ഷീറ്റ് പൊട്ടൻഷ്യലായിട്ട് യുണൈറ്റഡ് അടുത്ത കാലത്ത് വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് ഡിഫൻസിൽ ഒത്തിരി ഒപ്റ്റിമിസ്റ്റിക് ആവാതിരിക്കുക, ഒനാനെ പരമാവധി ഒഴിവാക്കി നിർത്തുക. അല്ലെങ്കിൽ റിസ്ക് ആണ് ആ ഒരു ബൈ എന്ന് പറയേണ്ടി വരും. ഇനി അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഗോൾ കീപ്പർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആദ്യത്തെ പേര് റോബർട്ട് സാഞ്ചസ് ആണ്. ചെൽസിയുടെ ഗോൾ കീപ്പറാണ്. വില കുറവാണെന്ന് പറഞ്ഞാൽ മിക്കവരും ടീമിലേക്ക് എടുത്തു വെച്ച താരമാണ് റോബർട്ട് സാഞ്ചസ്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, റോബർട്ട് സാഞ്ചസിന്റെ സ്ഥാനം ടീമിൽ എത്രത്തോളം ഉണ്ടെന്ന കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ട്. അവർ പുതിയൊരു ഗോൾ കീപ്പർ സൈൻ ചെയ്തിട്ടുണ്ട്. അത് ഫിലിപ്പെ ജോഗേഴ്സ് എന്ന് പറഞ്ഞൊരു ഗോൾ കീപ്പറാണ്. 20 മില്യൺ സൈൻ ചെയ്താണ്. തീർച്ചയായിട്ടും റോബർട്ട് സാഞ്ചസിനെ റീപ്ലേസ് ചെയ്യാൻ അവർ കൊണ്ടുവന്നിരിക്കുന്ന ഗോൾ കീപ്പറാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തെങ്കിലും ഒരു പിഴവ് റോബർട്ട് സാഞ്ചസിൽ നിന്ന് വന്നിരുന്നാൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് ഗെയിം യു വിൽ സി ഫിലിപ്പ് ജോഗേഴ്സൺ. അതുകൊണ്ട് തന്നെ റോബർട്ട് സാഞ്ചസ് ഒരു റൊട്ടേഷൻ റിസ്ക് ആണ്, ഒരു നൈൽഡ് പ്ലെയർ എന്ന് പറയാൻ കഴിയില്ല. പുതിയൊരു കോച്ചുമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ പുതിയ പ്ലാൻസ് ഉണ്ടെന്ന കാര്യത്തിൽ നമുക്ക് ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ റോബർട്ട് സാഞ്ചസിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുക. പിന്നെ ഉള്ളത് ഗോൾ കീപ്പർ വരുന്ന രണ്ടുപേരും ആരെയാണ്? നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഗോൾ കീപ്പേഴ്സ് എന്നത് മറ്റാരുമല്ല, സെൽസും ഈ ടർണറും കുറെ പേര് എടുത്തു വെച്ചിരിക്കുന്നുണ്ട്. ഈ സെൽസും ടർണറും ഒരേ ടീമിന്റെ ഗോൾ കീപ്പറാണ്. എന്നിരുന്നാൽ പോലും ഈ രണ്ടുപേരിൽ ആരിറങ്ങുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോഴും ക്ലാരിറ്റി ഇല്ല. ബിക്കോസ് അവർക്ക് മറ്റൊരു ഗോൾ കീപ്പറോടെ ഉണ്ട്. അത് മറ്റാരുമില്ല, കാർലോസ് മിഗ്വേലാണ്. എന്നെ സംബന്ധിച്ച് ടർണർ കഴിഞ്ഞ സീസണിൽ കുറെ മിസ്റ്റേക്കുകൾ ഉണ്ടാക്കിയാണ്. അതുകൊണ്ട് ടർണർ ഫസ്റ്റ് കീപ്പർ ആയിരിക്കില്ല എന്ന കാര്യത്തിൽ എനിക്ക് ഡൗട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ടർണർ എടുത്തു വെച്ചിരിക്കുന്നത് ഇപ്പോഴേ വിറ്റ് ഒഴിവാക്കിക്കോ. ഫസ്റ്റ് പ്രൈസ് ഡ്രോപ്പ് വരാൻ പോകുന്ന ഗോൾ കീപ്പർ ടർണർ ആയിരിക്കും. ഇനി ഈ പറഞ്ഞ സെൽസ് ആയിരിക്കും ഫസ്റ്റ് ഗോൾ കീപ്പർ എന്ന് വെച്ചാൽ ആ കാര്യത്തിൽ ഇപ്പോഴും ഒരു ഡൗട്ട് ഉണ്ട്. സെൽസ് ഒരു ഷോർട്ട് സ്റ്റോപ്പർ അല്ല. നമ്മൾ നോക്കുമ്പോൾ സ്റ്റാറ്റ്സ് നോക്കുമ്പോൾ കാർലോസ് മിഗ്വേൽ തന്നെയാണ് ഒരു ഷോർട്ട് സ്റ്റോപ്പറായിട്ട് വരുന്നത്. സോ ഇതിൽ ആര് കളിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഒരു തീരുമാനമില്ല. അതുകൊണ്ട് തന്നെ ഈ 3 ഗോൾ കീപ്പേഴ്സിനെ തൽക്കാലം ഒഴിവാക്കി നിർത്താന്നുള്ള കാര്യമുള്ളൂ. നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്ത കാര്യത്തിൽ എന്തിനും ഗെയിം വീക്ക് വണ്ണിൽ റിസ്ക് എടുക്കാൻ നിൽക്കുന്നു എന്നുള്ള ഒരു ബേസിക് ഒരു സംഭവം നമ്മൾ അതിനകത്തേക്ക് അപ്ലൈ ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ ഗോൾ കീപ്പേഴ്സിലിട്ട് ആരിലും പോയി വീഴാതിരിക്കുക. അതാണ് ഗോൾ കീപ്പേഴ്സിനെ പറ്റി സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന നേരെ ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ ഡിഫൻസിൽ നമുക്ക് ഇതേ കാറ്റഗറിയിലിട്ട് പോകാം. ടോപ്പ് 10 ഡിഫൻഡേഴ്സ് നോക്കാം. ടോപ്പ് 10 ഡിഫൻസിലേക്ക് വരുമ്പോൾ ആദ്യത്തെ 2 പേര് വരുന്ന ഒന്ന് ഗവാഡിയോളും ട്രെന്റ് അലക്സാണ്ടർ-ആർണോൾഡുമാണ്. ഈ 2 പ്ലേയേഴ്സിൽ നിന്ന് നമുക്ക് 2 ആഡ്-ഓൺസ് നമുക്ക് പ്രതീക്ഷിക്കണം. ഒന്ന്, 2 പേർക്കും ക്ലീൻ ഷീറ്റ് കിട്ടുക. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്ത 2 ഡിഫൻഡേഴ്സ് ഇപ്പോൾ അർണോൾഡും ഗവാഡിയോളാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഒരു കളിയിൽ ഒരു 10 പോയിന്റ് 12 പോയിന്റ് ഒക്കെ എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്ലെയർ സലീബയാണ്. സലീബയ്ക്ക് അറ്റാക്കിംഗ് റിട്ടേൺ കുറവായിരിക്കും, എന്നിരുന്നാൽ പോലും ബോണസ് പോയിന്റും അതുപോലെ തന്നെ ഈ പറഞ്ഞ ക്ലീൻ ഷീറ്റും ഏറ്റവും കൂടുതൽ കിട്ടാൻ ചാൻസുകളാണ്. ഈ സലീബയുടെ കൂടെ തന്നെ ഗബ്രിയേൽ വരേണ്ടതായിരുന്നു. പക്ഷേ ഗബ്രിയേലിന് ആ ഒരു പൊസിഷനിൽ എത്രത്തോളം മിനിറ്റ്സ് കളിക്കാൻ പറ്റുന്ന കാര്യത്തിൽ ചെറിയൊരു ഡൗട്ടുള്ളതുകൊണ്ട് മാത്രം ഗബ്രിയേൽ നമ്മൾ
ഈ ടോപ്പ് ടയർ ഡിഫൻസിലിട്ട് വരുന്നില്ല. അപ്പോൾ നിങ്ങളൊരു ഡിഫൻസ് ഫോം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ട പേരുകൾ ഈ 3 പേരുകൾ. ഇതിൽ ആരെങ്കിലും എനിക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുമോ? ഈ കഴിയുമെങ്കിൽ ആ ഒരു റേഞ്ചിൽ ഒന്നിന് ഗവാഡിയോല അല്ലെങ്കിൽ അർണോൾഡ് അല്ലെങ്കിൽ സലീബ എടുത്തു വയ്ക്കാം. ഇനി നമ്മൾ നേരെ അടുത്ത സെറ്റിലിട്ട് വന്നെങ്കിൽ ഗ്രേറ്റ് പിക്ക് കാറ്റഗറി എടുക്കാം. ബാർക്കോ ഗ്രേറ്റ് പിക്ക് എന്ന് പറയാൻ കാരണം നമുക്ക് എന്താണെങ്കിലും ഈ പറഞ്ഞ കണ്ടമാനം പൈസ പല സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 4 മില്യൺ ഡിഫൻഡർ വേണ്ടി വരും. അങ്ങനെ 4 മില്യണിലേക്ക് വരുവാണെങ്കിൽ ഒരു 4 മില്യൺ ഡിഫൻഡർ കോർണർ എടുക്കുന്നു, ഫ്രീ കിക്ക് എടുക്കുന്നു എന്നുള്ളത് ഒരു ആഡോ തന്നെയാണ്. എങ്ങാനും നമ്മുടെ ബെഞ്ചിൽ നിന്ന് കയറി വന്നാൽ തന്നെ ഒരു പോയിന്റ് കിട്ടണമെങ്കിൽ ബാർക്കോ മികച്ച ഓപ്ഷനാണ്. എസ്റ്റുപിനൻ ഈസ് ഔട്ട് ഫോർ 2 months നേരത്തെ പറഞ്ഞുതരാണ്. അതുകൊണ്ട് ബാർക്കോ ഒരു ഗ്രേറ്റ് പിക്കായി മാറുന്നുണ്ട്. അതിന് കൂടെ ഉള്ളത് സലീബയാണ്. ഞാൻ പറഞ്ഞാൽ ക്ലീൻ ഷീറ്റ് പൊട്ടൻഷ്യൽ അതുപോലെ അറ്റാക്കിംഗ് പൊട്ടൻഷ്യൽ ഉണ്ട്. ചെറിയൊരു മിനിറ്റ് റിസ്ക് ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ ഗ്രേറ്റ് പിക്കിലേക്ക് വരുന്നു. എന്നിരുന്നാൽ പോലും നിങ്ങൾ ഗബ്രിയലിനെ എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു മികച്ച തീരുമാനം എന്ന് പറയേണ്ടി വരും. പിന്നെ ഉള്ളത് മുനീസ് ആണ്, കൊളംബിയ ക്രിസ്റ്റൽ പാലസിന്റെ പ്ലെയർ. അറ്റാക്കിംഗ് പൊട്ടൻഷ്യൽ ധാരാളമുള്ള കളിക്കാരൻ, ഈസി ഫിക്സേഴ്സ് വരുന്നു. പെഡ്രോ പോറോ ക്ലീൻ ഷീറ്റിലെല്ലാം നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത്, നമ്മളിവിടെ അറ്റാക്ക് റിട്ടേൺ പ്രതീക്ഷിക്കുന്നത്. പ്രീ സീസണിലും പുള്ളിയുടെ അറ്റാക്ക് നമ്മൾ കണ്ടാണ്. അതുകൊണ്ട് തന്നെ പെഡ്രോ പോറോ മികച്ചൊരു അറ്റാക്ക് റിട്ടേൺ തരാൻ ചാൻസ് ഉള്ള കളിക്കാരനാണ്. ക്ലീൻ ഷീറ്റ് വന്നാൽ അതൊരു ആഡോണായിട്ട് കണക്കാക്കാം. പിന്നുള്ളത് ആൻഡേഴ്സൺ ആണ്, ഈ പറഞ്ഞ സെന്റർ ബാക്ക് ഓഫ് ക്രിസ്റ്റൽ പാലസ് ആണ്. ക്ലീൻ ഷീറ്റ് പൊട്ടൻഷ്യൽ ആണ് അവിടെ കൂടുതൽ നോക്കുന്നത്. മികച്ച രീതിയിലുള്ള അറ്റാക്കിംഗ് ഡിഫൻസീവ് സ്റ്റാറ്റ്സ് ഉള്ള ടീമാണ് ക്രിസ്റ്റൽ പാലസ്. ഇനി ഡീസന്റ് ഡിഫൻഡേഴ്സിനായിട്ട് നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ മയലങ്കോ, റോബിൻസൺ, ബേൺ, കോൺസ്റ്റന്റ് വരുന്ന ഈ മയലങ്കോയും റോബിൻസന്റെയും കാര്യം പറയുകയാണെങ്കിൽ എവർട്ടന്റെ ഡിഫൻസ് ഡീസന്റ് ആണ്. മയലങ്കോയാണ് ആ ഡിഫൻസിൽ നിന്ന് ഏറ്റവും കൂടുതൽ അറ്റാക്കിന് സഹായിക്കുന്ന ഒരു കളിക്കാരൻ. അതുകൊണ്ട് തന്നെ അസിസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്, ബോണസ് പോയിന്റ് ചാൻസ് ഉണ്ട്. റോബിൻസിനെ പറ്റി പറയുമ്പോൾ ഹൈലി റേറ്റഡ് ആണ്. ക്ലീൻ ഷീറ്റ് അല്ല കൂടുതൽ നോക്കുന്നത്, അസിസ്റ്റ് പൊട്ടൻഷ്യലാണ് കൂടുതൽ നോക്കുന്നത്. ക്രോസുകൾ വളരെ നന്നായിട്ട് വെക്കുന്നുണ്ട്. അവരുടെ സ്ട്രൈക്കർ മുനീസ് ക്രോസുകൾ കൺവേർട്ട് ചെയ്യാൻ പ്രത്യേക കഴിവുള്ള കളിക്കാരനാണ്. അതുകൊണ്ട് റോബിൻസിന് അസിസ്റ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രീ സീസണിൽ താരം അസിസ്റ്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റോബിൻസൺ മികച്ചൊരു പിക്ക് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഡീസന്റ് വരുന്നു. ഡാൻബേൺ ന്യൂകാസിൽ ഡിഫൻസിൽ നമുക്ക് ഒരു ഡീസന്റ് പിക്ക് എന്ന് തന്നെ പറയാൻ കഴിയും. റൊട്ടേഷൻ റിസ്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുകൊണ്ട് ഡാൻബേൺ പറഞ്ഞു. കോൺസ ഈ ലിസ്റ്റിലിട്ട് വരാനുള്ള കാരണം അവർ ഈസി റൺ ഓഫ് ഫിക്സേഴ്സ് തന്നെയാണ് വരുന്നത്. ഗെയിം വീക്ക് 3 മുതൽ അങ്ങോട്ട് വളരെ ഈസി റൺ ഓഫ് ഫിക്സേഴ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു 4.5 എന്ന ബ്രാക്കറ്റിൽ നിന്ന് ആസ്തമിൽ നിന്ന് ഒരു ഡിഫൻഡർ കിട്ടുക എന്നുള്ളത് വളരെ മികച്ചൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് കോൺസ് ഡീസന്റ് ഫിക്സ് ആണ്. റിസ്കിലേക്ക് നോക്കൂ. ഡനീലോ ഉണ്ട്, ഈ പറഞ്ഞ ഹാർവർഡ് ബെല്ലീസ് ഉണ്ട്. ഡലോട്ടാണ്, ഡനീലോ അല്ല ഡലോട്ടാണ്. ഡലോട്ടിനെ പറ്റി പറയുമ്പോൾ യുണൈറ്റഡിന്റെ ഒരു ക്ലീൻ ഷീറ്റ് പൊട്ടൻഷ്യലിന്റെ പ്രശ്നം തന്നെയാണ് അതിനകത്ത് വരുന്നത്. ക്ലീൻ ഷീറ്റ് കിട്ടാനുള്ള ചാൻസ് ഇല്ല. പിന്നെ ഈ പറഞ്ഞ ഡലോട്ട് ഒരു എത്രത്തോളം ഫിറ്റ് ആണെന്നുള്ള കാര്യത്തിൽ ചെറിയൊരു കൺസേൺ ഉണ്ട്. ചിലപ്പോൾ ഒരു ഇഞ്ചുറി പ്രോൺ എന്ന ചീത്തപ്പേര് ചിലപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ട് അവരുടെ. ഇപ്പം ലൂക്ഷോ ആണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ. പക്ഷേ ഡലോട്ട് ഈ പറഞ്ഞ ക്ലീൻ ഷീറ്റ് തന്നെയാണ് മെയിൻ വിഷയം അതിനകത്ത് വരുന്നത്. അതുകൊണ്ട് ഡലോട്ടിലേക്ക് തൽക്കാലം പോയിരിക്കുന്നത്. നമുക്ക് ആ ഒരു പ്രൈസിൽ അതിന് മികച്ച ക്ലീൻ ഷീറ്റ് പൊട്ടൻഷ്യൽ കിട്ടാൻ സാധ്യതയുള്ള മറ്റ് ടീമുകളുണ്ട്. നമ്മളൊരു യുണൈറ്റഡ് ഫാൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഡലോട്ടിലേക്ക് പോകാതിരിക്കാം. ഈ ഹാർവർഡ് ബെല്ലീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നൈൽഡ് ആണ്. 4 മില്യൺ വില ഉള്ളെങ്കിലും സൗത്താംപ്ടന്റെ ഡിഫൻസീവ് സ്റ്റാറ്റ്സ് എന്ന് വെച്ചാൽ പത്തറ്റിക്കുന്നതിന് പറയേണ്ടി വരും. എക്സ്പെഷ്യലി അവരുടെ ഈ പ്രീമിയർ ലീഗിലായിട്ട് വരുമ്പോൾ അവർ ധാരാളം ഗോളുകൾ മേടിക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹാർവർഡ് ബെല്ലീസിന് വെറുതെ 4 മില്യൺ മേടിച്ചു കൊടുത്ത് ആ ഒരു ബെഞ്ചിലിരുത്തി മൈനസ് മേടിക്കേണ്ട കാര്യം തൽക്കാലമില്ല. അതുകൊണ്ട് തന്നെ അതിന് നല്ല ബൈ ആയിട്ട് നമ്മൾ ബാർക്കോനെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഹാർവർഡ് ബെല്ലീസിന് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അവോയ്ഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൈലി റേറ്റഡ് ആയിട്ടുള്ള കുറെ ആളുകൾ ടീമിലേക്ക് ഇപ്പോൾ എടുത്തു വെച്ചൊരു കളിക്കാരാണ് ഇവാൻ മാറ്റ്സൺ എന്ന് പറയുന്ന ആസ്റ്റൺ വില്ലയുടെ വിങ് ബാക്ക്. ഇവാൻ മാറ്റ്സൺ പ്രീ സീസണിൽ കളിച്ചു, സെക്കൻഡ് ഹാഫിലാണ് കളിച്ചിരിക്കുന്നത്. അവരുടെ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ഇപ്പോൾ ആര് കളിക്കുന്ന കാര്യത്തിൽ ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടിക്കുന്നത് ലൂക്കാസ് ഡിഗ്നി ആയിരിക്കും. സോ ഇനീഷ്യലി ലൂക്കാസ് ഡിഗ്നി ആയിരിക്കും. ഒരു ഗോയിങ് ത്രൂ ചിലപ്പോൾ ഇവാൻ മാറ്റ്സൺ ആ ഒരു പൊസിഷനായിട്ട് വന്നുകൂടാന്നില്ല. പക്ഷെ ഗെയിം വീക്ക് 1 ഇവാൻ മാറ്റ്സൺ ആണോ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കത് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഗെയിം വീക്ക് 1 അത്രത്തോളം റിസ്ക് എടുക്കാതിരിക്കുക, ഇവാൻ മാറ്റ്സൺ ഒഴിവാക്കി നിർത്തുക. ഇനിയുള്ളത് ആഴ്സണലിൽ 3 ഡിഫൻഡറാണ്. they are rivaling each other in a same position like Calafiori അങ്ങനെ എന്താണ് പുള്ളിയുടെ പേര് എനിക്ക് പറയാൻ കിട്ടുന്നില്ല. അതുപോലെ തന്നെ സിൻചെങ്കോ, ടിംബർ, ഈ 3 പേരും അവരുടെ ഇഷ്ടമുള്ള പൊസിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് വിങ് ബാക്ക് ആണ്. ഈ ലെഫ്റ്റ് വിങ് ബാക്കിലായിട്ട് 3 പേരാണ് മത്സരിക്കുന്നത്. ഇതിൽ ആരിറങ്ങുന്ന കാര്യത്തിൽ ആർക്കും ഒരു ഗ്യാരണ്ടി ഇല്ല. മനസ്സിലാക്കുന്ന ആവശ്യമുള്ളൊരു ഫിലോസഫി വെച്ച് മനസ്സിലാക്കുന്ന എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു ലോ ബ്ലോക്ക് പൊസിഷൻ, അതായത് സിറ്റ് ബാക്ക് ചെയ്യുന്ന ഇപ്പോൾ സൗത്താംപ്ടൺ ആണെങ്കിൽ ആഴ്സണൽ അറ്റാക്ക് ചെയ്യാൻ പോലെ അവരെല്ലാവരും കൂടെ ചിലപ്പോൾ ഡിഫെൻഡ് ചെയ്യാൻ ടീമാണ്. അങ്ങനത്തെ ടീമുകൾക്കെതിരെ ചിലപ്പോൾ സിൻചെങ്കോ ആയിരിക്കും കളിക്കുക. ഒരു end to end ഗെയിം ആണെങ്കിൽ സിൻചെങ്കോയ്ക്ക് പകരം ടിംബർ ആയിരിക്കും കളിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗെയിം ടു ഗെയിം ആയിരിക്കും ആ ഒരു പൊസിഷനിൽ ആര് ഇറങ്ങും എന്നുള്ള കാര്യത്തിൽ
ആർട്ടേറ്റ തീരുമാനിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി തൽക്കാലം നമുക്കില്ല, അല്ലെങ്കിൽ ഈ ബുദ്ധി ആയിരിക്കും ആർട്ടേറ്റയ്ക്ക് തോന്നുന്നത്. നമ്മൾ ആർട്ടേറ്റ അല്ലാത്തതുകൊണ്ടും നമ്മൾ ആർട്ടേറ്റയുടെ കൂടെയല്ല ജീവിക്കുന്നതെന്നുകൊണ്ടും ആ ഒരു പൊസിഷനിലിട്ട് ആര് കളിക്കുന്ന കാര്യത്തിൽ തൽക്കാലം പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷൻ തൽക്കാലം ഒഴിവാക്കുക. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ സലീബയെ ഗബ്രിയലിനെ എടുക്കുക. പൈസ അത്യാവശ്യം ബാങ്കിലുള്ള ഒരു ബെൻ വൈറ്റിനെ പോയി എടുക്കുക. ഒരു നിവൃത്തിയില്ലാതെ നേരത്തെ പറഞ്ഞ റയാനെ മേടിച്ച് തൽക്കാലം ഇരിക്കുക. നമുക്ക് ലെഫ്റ്റ് വിങ് ബാക്കിൽ ആരൊക്കെ കളിക്കും എന്നുള്ള കാര്യത്തിൽ ആഴ്സണലിന്റെ കാര്യത്തിൽ തൽക്കാലം ഡൗട്ട്ഫുൾ ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിലേക്ക് തൽക്കാലം പോകാതിരിക്കുക എന്നുള്ളതാണ് ബുദ്ധി. മിഡ്ഫീൽഡേഴ്സിൽ വരാൻ സമയം കളയുന്നില്ല. നിങ്ങളുടെ മിഡ്ഫീൽഡേഴ്സിലെ ഫസ്റ്റ് പിക്ക് സല ആയിരിക്കണം. ഇനി സല അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു പാൽമറിനെ എടുക്കുക. ഈ 2 പേരെ എടുക്കാൻ ശ്രമിച്ചതിന് ശേഷം മാത്രം ബാക്കിയുള്ളവരോട് വരിക എന്നുള്ളത്. കാരണം ഇവർ രണ്ടുപേരാണ് ഹൈലി ഓൺഡും ഹൈലി റേറ്റഡുമായിട്ടുള്ള മിഡ്ഫീൽഡേഴ്സ്. സോ അവരുടെ ആരെങ്കിലും ഒരാൾ എടുക്കുക എന്നുള്ളതാണ് ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇനി അവരെടുക്കാൻ കഴിയുന്നില്ല, സല എടുക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പാൽമർ എടുക്കാൻ കഴിയുന്നില്ല, എൻകൂക്കിലോട്ട് വരിക, ഗ്രേറ്റ് പിക്കാണ്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ സാക്കയിലോട്ട് വരാം. ആഴ്സണലിന്റെ ഒരു മിഡ്ഫീൽഡ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് സാക്ക. അതല്ലെങ്കിൽ എസ് ഐയിലേക്ക് വരാം. ക്രിസ്റ്റൽ പാലസിന്റെ ഒലീസ് പോയതിനു ശേഷം എല്ലാ സെറ്റ് പീസുകൾക്കും കാരണക്കാരൻ, അല്ലെങ്കിൽ എല്ലാ സെറ്റ് പീസിന്റെ ഉത്തരവാദി, എല്ലാ സെറ്റ് പീസിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ എസ് ഐ ആണ്. വളരെ മികച്ച ഓപ്ഷൻ ആയിട്ട് വരുന്നു. ഇനി സല അഫോർഡ് ചെയ്യാൻ കഴിയാത്തവർക്ക് അതേ ഒരു ടീമിൽ നിന്നുള്ള ജോട്ട ആ ഒരു വാല്യൂ ഏറെക്കുറെ തരുന്നുണ്ട്. അങ്ങനെ ജോട്ടയിലേക്ക് വരാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഗ്രേറ്റ് പിക്ക് ആവുന്നു. ഇനി ലിയോൺ ബൈലിയിലേക്ക് ഒരു ലിയോൺ ബൈലി എന്ന് പറയുമ്പോൾ അവിടെ അവന് റൈവലായിട്ടുള്ള ബെയ്ലിക്ക് റൈവലായിട്ടുള്ള ഡിയാബി ഓൾറെഡി സൗദി ലീഗിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് ബെയ്ലിക്ക് അവിടെ തൽക്കാലം മത്സരം വരുന്നില്ല. ബെയ്ലി തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് പറഞ്ഞ പോലെ ബെയ്ലിയിലേക്ക് വരാൻ കഴിയും. ഇനിയുള്ളത് സണ്ണാണ്. സണ്ണിനെ സംബന്ധിച്ച് ഇത്ര നാളുള്ള പ്രശ്നം, സണ്ണിന് സപ്പോർട്ട് ചെയ്യാൻ അവിടെ ഒരു ആരും ഉണ്ടായിരുന്നില്ല. റിച്ചാർഡ്സൺ എന്ന് പറഞ്ഞൊരു താരം പറഞ്ഞു സപ്പോർട്ട് എന്ന് പറയാനുള്ളത്. പ്രത്യേകിച്ച് പുള്ളി കാര്യമൊന്നുമില്ല പുള്ളിനെ കൊണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല കഥ. സോളങ്കി വന്നിട്ടുണ്ട്. അത്യാവശ്യം ബിൽഡപ്പില് ഈ പറഞ്ഞ പോലെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന കളിക്കാരനാണ് സോളങ്കി. അപ്പൊ അങ്ങനെയുള്ള കളിക്കാരുടെ കൂടെ കളിക്കുമ്പോൾ നമ്മൾ കെയിൻ ഉണ്ടാകുമ്പോൾ സൺ എങ്ങനെ കളിച്ചത് നമ്മൾ കണ്ടാണ്. സോ ആ ഒരു പ്രൊഫൈൽ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ പോലും സോളങ്കി വന്നത് സണ്ണിന് ഒരു പോസിറ്റീവ് തന്നെയാണ്. ചിലപ്പോൾ പെനാൽറ്റി ഡ്യൂട്ടി നഷ്ടപ്പെട്ടാൽ പോലും സണ്ണിന് ഒരു മികച്ച ഓപ്ഷൻ ആവുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഡീസെന്റ് ആക്കുന്നു. ഗോർഡന്റെ ഒരു ഫോം നമുക്കറിയാം. ന്യൂകാസിന്റെ ടീമില് അറ്റാക്കിൽ ഏറ്റവും വലിയ കുന്തമന ഗോർഡൻ ആണ്. അതുകൊണ്ട് ഗോർഡൻ നമുക്ക് ഡീസെന്റ് ആയിട്ട് കണക്കാക്കേണ്ടി വരും. ഗ്രേറ്റ് പിക്കായിട്ട് കണക്കാക്കേണ്ടി വരും. ഇനി ഡീസെന്റ് ആയിട്ടുള്ള കളിക്കാർ ആരെല്ലാം നോക്കാം. അതായത് വലിയ മുതൽ മുടക്കില്ലാതെ നമുക്ക് ടീമിലേക്ക് എടുക്കാൻ കഴിയുന്ന കളിക്കാർ, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൈസ് അനുസരിച്ച് അവർക്ക് റിട്ടേൺ തരുന്നത്. ESR എമിൽ സ്മിത്രോ ഫുൾഹാമിലേക്ക് വന്നു. പ്രീ സീസണിൽ മികച്ച രീതിയിൽ കളിക്കുന്നു. നമ്പർ 10 ആയിട്ട് കളിക്കുന്നു. ജസ്റ്റ് ബിഹൈൻഡ് ദ സ്ട്രൈക്കർ. നല്ല പൊസിഷനിൽ വരുന്നു. ആ ഒരു വാല്യൂന് വളരെ മികച്ച ഓപ്ഷൻ തന്നെയാണ് എമിൽ സ്മിത്രോ. അതുപോലെ തന്നെയുള്ള മറ്റൊരു പ്ലെയറാണ് റോജേഴ്സ്. ആസ്റ്റമിനയുടെ പ്ലെയറാണ്. പ്രീ സീസണിൽ മികച്ച രീതിയിൽ കളിക്കുന്നു. ആ ഒരു വാല്യൂ അവരുടെ 5.5 മില്യൺ വരെയിൽ, അല്ലെങ്കിൽ 5 മില്യൺ വരെയിൽ പുള്ളി തരുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മികച്ച ഔട്ട്പുട്ട് തരാൻ ചാൻസ് ഉള്ള കളിക്കാരാണ്. പിന്നുള്ളത് ബ്രൂണോ ഫെർണാണ്ടസ്. 8.5 മില്യൺ മാത്രമാണ് ബ്രൂണോയുടെ വില. ബ്രൂണോയ്ക്ക് കഴിഞ്ഞ സീസണിലെ വിലയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു ഡീസന്റ് പിക്ക് എന്ന് പറയില്ലായിരുന്നു. പക്ഷേ 8.5 മില്യണ് ബ്രൂണോ ഫെർണാണ്ടസിനെ കിട്ടുക എന്നുള്ളത് അതൊരു കിട്ടൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആരെങ്കിലും ബൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ എൻകറേജ് ചെയ്യുക. അതൊരു ഡീസന്റ് പിക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. ഗിബ്സോയ്ക്കാണുള്ളത്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഡിഫൻസ് ഏരിയ മോശമാണെങ്കിൽ അറ്റാക്കിൽ മികച്ച രീതിയിൽ കളിക്കുന്ന ടീമാണ്. ഡീസന്റ് റൺ ഓഫ് ഫിക്സേഴ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഗിബ്സോയ്റ്റും ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ്. അതിന്റെ കൂടെ ഉള്ളത് ഒഡേഗാർഡാണ്. ഇച്ചിരി ഹൈലി പ്രൈസ്ഡ് ആണ്. എന്നിരുന്നാൽ പോലും ആഴ്സണൽ അറ്റാക്കിനെ ചുക്കാൻ പിടിക്കുന്ന താരം എന്ന രീതിയിൽ ഒഡേഗാർഡ് മികച്ചൊരു ഓപ്ഷനായി മാറുന്നുണ്ട്. പിന്നുള്ളത് വിങ്സ് ആണ്. 4.5 മില്യൺ വരെയിൽ 90 മിനിറ്റ്സ് കളിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും മികച്ച കളിക്കാരൻ വിങ്സ് ആണ്. അതുകൊണ്ട് തന്നെ ആ ടീമിന്റെ ഒരു ബഡ്ജറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി എടുക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച പ്ലെയർ വിങ്സ് തന്നെയാണ്. പിന്നുള്ളത് ആൻഡ്രിയാസ് ആണ്. എമിൽ സ്മിത്രോ വരുന്നതുകൊണ്ട് ചെറിയൊരു ഔട്ട്പുട്ടിൽ ഡിഫറൻസ് ഉണ്ടാകും. എന്നിരുന്നാൽ പോലും ആൻഡ്രിയാസ് 5.5 മില്യൺ എന്ന ആ ഒരു ബ്രാക്കറ്റിൽ മികച്ച ഒരു ബൈ തന്നെയെന്ന് പറയേണ്ടി വരും. ഇനി നമ്മൾ നോക്കാനുള്ളത് മിഡ്ഫീൽഡേഴ്സിൽ റിസ്കി ബൈസ് ആരെല്ലാമാണെന്നാണ്. ഫോർഡൻ ഇതൊരു ടീമിനൊപ്പം ചേർന്നിട്ടില്ല. ഗെയിം വീക്ക് ആണെങ്കിൽ ഫോർഡിന് സർവീസ് ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ വെറുതെ ഫോർഡനിലേക്ക് എപ്പോഴേ പോയി ചാടാതിരിക്കുക, ഫോർഡിനെ ഒഴിവാക്കി നിർത്താം. ഇനിയുള്ളത് ആഴ്സണലിൽ 2 പ്ലേയേഴ്സാണ്, 3 പ്ലേയേഴ്സാണ്. ഒന്ന് ഗബ്രിയൽ മാർട്ടിനെലി, ട്രോസാർഡ്. ഈ 2 പ്ലേയേഴ്സും കൂടി ലെഫ്റ്റ് വിങ്ങിൽ കോമ്പീറ്റ് ചെയ്യുന്ന കളിക്കാരാണ്. ആര് സ്റ്റാർട്ട് ചെയ്യും, ആര് ബെഞ്ചിലിരിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഡൗട്ടാണ്. ഇനിയിപ്പോൾ മാർട്ടിനെലി സ്റ്റാർട്ട് ചെയ്താലും ഒരു 60 മിനിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ട്രൊസാർഡ് വരും. ട്രൊസാർഡ് സ്റ്റാർട്ട് ചെയ്ത് 60 മിനിറ്റ് ചെയ്യുമ്പോൾ മാർട്ടിനെലി വരും. അപ്പോൾ അവിടെ ഒരു നെയിൽഡ് പൊസിഷൻ അല്ലാത്തതുകൊണ്ട് ഈ 2 പ്ലെയറിനെ തൽക്കാലം ഒഴിവാക്കി നിർത്താൻ നമുക്ക് ആ ഒരു വാല്യൂവിന് 90 മിനിറ്റ്സ് അഷ്യൂറിറ്റി ഉള്ള മറ്റു പ്ലെയേഴ്സ് ഉള്ളതുകൊണ്ട് തൽക്കാലം ആ പ്ലെയറിനായിട്ട് പോകാതിരിക്കാൻ ഈ ബുദ്ധി. ഇനിയുള്ളത് ഡെക്ലാൻ റൈസും മൈനോയും ആണ്. രണ്ടുപേരും ഹോൾഡിംഗ് CDM ആണ്, സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് ആണ്. ഈ ബോൾ ക്യാരിങ് അല്ലെങ്കിൽ ഇന്റർസെപ്ഷൻ ഒന്നും FPL വലിയ കാര്യമില്ല. FPL കാര്യം ഒന്നിനും നിങ്ങൾക്ക് അസിസ്റ്റ് ചെയ്യാൻ കഴിയണം, അല്ലെങ്കിൽ ഗോൾ ചെയ്യാൻ കഴിയണം. തൽക്കാലം ഇവരുടെ വാല്യൂ വെച്ച് നോക്കുമ്പോൾ അതിലും പൊട്ടൻഷ്യലുള്ള, അതിലും മികച്ച അറ്റാക്കിംഗ് പൊസിഷനിൽ കളിക്കുന്ന മറ്റ് ടീമുകളുടെ കളിക്കാരുള്ളത് കൊണ്ട് തന്നെ റൈസും മൈനോയും കമ്പാരിറ്റീവ്ലി ഡീപ്പ് പൊസിഷനിൽ കളിക്കുന്നതുകൊണ്ട് തൽക്കാലം അവർ ഒഴിവാക്കി നിർത്തുക എന്നുള്ളതാണ് പറയാനുള്ളത്.
ഇനി അവോയ്ഡ് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു ഫേമസ് പിക്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ജാരഡ് ബോവനാണ്. വെസ്റ്റ് ഹാമിന്റെ ഫിക്സേഴ്സ് നോക്കാൻ നിങ്ങൾക്കറിയാം, ആദ്യത്തെ ഒരു 6 അല്ലെങ്കിൽ 7 ഗെയിം വീക്ക് ടഫ് ഫിക്സേഴ്സ് ആണ്. ആ ഒരു സമയത്തേക്ക് ജാരഡ് ബോവനെ പോലെ ഒരു വിലയുള്ള താരത്തെ തൽക്കാലം ടീമിലേക്ക് എടുക്കുന്നതിന് നല്ലത് അതേ വിലയ്ക്ക് ഈ പറഞ്ഞ പോലെ റോജേഴ്സിനെയൊക്കെ അതിന് ചീപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും, ESRനെ കിട്ടും, ഗിബ്സ് വൈറ്റിനെ കിട്ടും, അങ്ങനെയുള്ള കളിക്കാരായിട്ട് പോവുക. ഈ ടഫ് ഫിക്സേഴ്സിന്റെ സമയത്ത് സീസൺ തുടക്കത്തിൽ തന്നെ ബോവനിലേടും തൽക്കാലം പോകാതിരിക്കുക. അതാണ് മിഡ്ഫീൽഡേഴ്സിനെ പറ്റി പറയാനുള്ളത്. ഗോ ടു ദ ഫോർവേഡ്സ്. ടോപ്പ് ടയർ ഒരേ ഒരു പ്ലെയർ ഹാലണ്ട്, ആദ്യം തന്നെ ഹാലിനെ എടുത്തു വയ്ക്കുക, ബാക്കി എന്നിട്ട് ആലോചിക്കുക ഇനി ആരാ നമുക്ക് ടീമായിട്ട് എടുക്കണം. പിന്നെ എടുക്കാൻ കഴിഞ്ഞ ഏറ്റവും നല്ല പിക്ക് ഇസാക്കും വാക്കിൻസും തന്നെയാണ്. അതിന്റെ കൂടെ ഇപ്പോൾ വരുന്നത് സോളങ്കിയാണ്. ഇസാക്കിനെ വാക്കിൻസ് എന്തുകൊണ്ട് എടുക്കണം പറയേണ്ട. സോളങ്കി ടോട്ടനാമിന്റെ അറ്റാക്കർ ആയതുകൊണ്ട് സണ്ണ് ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് റൈറ്റ് സൈഡിൽ കൊലുസോസ്കി ഉണ്ട്. നമ്മൾ പെട്ടെന്ന് നോക്കിയോ, അവരൊരു ഫോർവേഡ് ലൈനിൽ നോക്കുമോ, സോളാങ്കി ഡീസന്റ് സ്ട്രൈക്കർ, ലെഫ്റ്റ് സൈഡിൽ സണ്ണ് വേൾഡ് ക്ലാസ് പ്ലെയർ, റൈറ്റ് സൈഡിൽ കുൽസോസ്കി മികച്ച പ്ലെയർ. അവരുടെ ഫ്രണ്ട് 3 എന്ന് പറയുന്നത് അത്യാവശ്യം ഡെഡ്ലി തന്നെയാണ്. അതുകൊണ്ട് തന്നെ സോളങ്കി ഒരു ഗ്രേറ്റ് പിക്കായി മാറുന്നുണ്ട്. അതിൻ്റെ കൂടെ ഉള്ളത് വാക്കിങ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗെയിം വീക്ക് 1 വാക്കിങ്സിന്റെ സർവീസ് ലഭ്യമാണോ എന്ന് അറിയില്ല, ബിക്കോസ് പ്രീ സീസൺ പുള്ളി കളിച്ചിട്ടില്ല. എന്നിരുന്നാൽ പോലും വാക്കിങ്സ് ഗെയിം വീക്ക് 3 മുതൽ ഒരു എസെൻഷ്യൽ പാർട്ടായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ വാക്കിങ്സിന് ബയ്യെ നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമില്ല. ഇനി ഡീസന്റ് പിക്കുകൾ നോക്കൂ. ജാവോ പെഡ്രോ, ഫെർഗൂസൺ ഇഞ്ചേർഡ് ഔട്ടാണ്, ഓൺ പെനാൽറ്റീസ് ഫോർ ബ്രൈറ്റൺ. അതുകൊണ്ട് തന്നെ ജാവോ പെഡ്രോ മികച്ചൊരു കളിക്കാരാണ്. മുനീസ് ഫ്രം ഫുൾഹാമിന്റെ മുനീസ് എന്ന് പറയുന്നത് അവരുടെ സ്ട്രൈക്കറാണ്. ഫുൾഹാം അറ്റാക്കിംഗ് രീതിയിൽ കുഴപ്പമില്ല. ഈ പറഞ്ഞ റോബിൻസന് സർവീസ് ലഭിക്കാനുള്ളതുകൊണ്ടും ഫുൾഹാമിന്റെ ഫിക്സേഴ്സും ഡീസന്റ് ആയതുകൊണ്ട് മുനീസും കഴിയും. വുഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗിബ്സ് വൈറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വുഡിന്റെ കാര്യം. നോട്ടിന ഫോറസ്റ്റ് ഗോൾ അടിക്കാൻ മടിയുള്ള ടീമല്ല. വുഡിന് വളരെ മികച്ചൊരു പ്രീ സീസൺ ഉണ്ടായിരുന്നു. അവിയോണി അവരുടെ ആ ഒരു പൊസിഷനിൽ റൈവൽ ചെയ്യുന്ന കളിക്കാരനാണെങ്കിലും ചെറിയൊരു ഇഞ്ചുറി ത്രെറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഫുള്ളി മാച്ച് ഫിറ്റ് അല്ല എന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ കുറച്ച് ഗെയിം വീക്കുകളിലെങ്കിലും വുഡ് അധികം കളിക്കുക. അതുകൊണ്ട് തന്നെ വുഡ് മികച്ച പിക്കാവുന്നു. അതിന് കൂടുതൽ കൈ ഹാവർട്സ് ആണ്. കൈ ഹാവർട്സിന്റെ കാര്യം പറയുമ്പോൾ എന്തുകൊണ്ടൊരു ഡീസന്റ് പിക്കാവുന്നു എന്ന് വെച്ചാൽ, ലെറ്റ്സ് സേ ഈ വാക്കിങ്സ് എക്സ്പെഷ്യലി വാക്കിങ്സ് വരുമ്പോഴാണ് ഈ കൈ ഹാവർട്സിന്റെ കാര്യം പറയേണ്ടി വരുന്നത്. ആദ്യത്തെ ഒരു ഗെയിം വീക്കിൽ വാക്കിങ്സ് കളിക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ഹാവർട്സിന് വെച്ച് തുടങ്ങാം. ഗെയിം വീക്ക് 1 വോൾസിന് മികച്ച കളി, ഗെയിം വീക്ക് 2 അത്യാവശ്യം ഡീസന്റ് കളിയാണ്. ഗെയിം വീക്ക് 3 ഇനിയിപ്പോൾ വാക്കിങ്സിന് മികച്ച ഫിക്സേഴ്സ് വരുന്നു. നമ്മൾ മനസ്സിലാക്കുന്നത് വാക്കിങ്സ് കളിക്കാറുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നേരെ നമുക്ക് വാക്കിങ്സിലോട്ട് വരാൻ ഈസി ഉള്ള ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ ഹാവേർട്സ് വാക്കിങ്സ് ആണ്. സോ ആ ഒരു ഡിസിഷൻ ബിറ്റ്വീൻ ഹാവേർട്സ് ആൻഡ് വാക്കിങ്സ് ആണ് ഫോർമേ. അതുകൊണ്ട് തന്നെ ഹാവേർട്സിനെ ഗെയിം വീക്ക് 1 എടുത്തിട്ട് ഗ്രാജുവലി നിങ്ങൾക്ക് വേണമെങ്കിൽ വാക്കിങ്സിലോട്ട് പോകാൻ കഴിയും. ആ ഒരു റിസ്ക് അല്ലെങ്കിൽ ആ ഒരു മൂവ് നിങ്ങൾ എത്രത്തോളം വാല്യൂ ചെയ്ത് നോക്കുക, അതിനുശേഷം നിങ്ങൾ ബിഹേവ് ചെയ്യാം. റിസ്കി എന്ന് പറയുന്നത് ഡാർവിൻ ന്യൂനസ് ആണ്. ഡാർവിൻ ന്യൂനസ് റിസ്കി എന്ന് വെച്ചാൽ ആസ് ഓഫ് നൗ ലിവർപൂൾ പേജുകളിൽ മനസ്സിലാക്കുന്നത് നമുക്കൊരു കാര്യം, അവരെ സ്ട്രൈക്കറായിട്ട് കളിക്കാൻ പോകുമ്പോൾ മിക്കവാറും ഡിയോഗോ ജോട്ട ആയിരിക്കും, ലെഫ്റ്റിൽ ലൂയിസ് ഡിയാസ് ആയിരിക്കും, റൈറ്റിൽ മുഹമ്മദ് സലി ആയിരിക്കും. ജോട്ടയുടെ ഫോം തന്നെയാണ് അതിന് കാരണം. ഇനി ഗ്രാജുവലി ഡാർവിൻ ന്യൂനസ് ആ ഒരു നമ്പർ 9 സ്പോട്ട് തിരിച്ചു പിടിക്കും എന്നുള്ള കാര്യത്തിൽ അത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അസ് ഓഫ് നൗ ഡാർവിൻ ന്യൂനസ് സ്റ്റാർട്ട് ചെയ്യില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം അർണോ സ്ലൗട്ട് എന്ന് പറയുന്ന കോച്ചിന്റെ ഒരു സ്ട്രാറ്റജി യു ഓൾവേസ് കോൺസെൻട്രേറ്റ് ഓൺ നമ്പർ 9. അത് നമുക്ക് തർക്കമില്ലാത്ത കാര്യം. പക്ഷേ ടൈം ബീങ് ഡാർവിനേക്കാൾ മികച്ചൊരു ഓപ്ഷൻ അവിടെ ജോട്ട ഉള്ളത് കൊണ്ട് തൽക്കാലം ഡാർവിൻ ബെഞ്ചിലാവാനാണ് ചാൻസ്. അതുകൊണ്ട് തന്നെ ഡാർവിനിലേക്ക് തൽക്കാലം പോകാതിരിക്കുക. ഡാർവിനെ സംബന്ധിച്ച് പറയാനുള്ളത് ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ എന്നാണ് പറയുന്നത്. അവോയ്ഡ് ചെയ്യേണ്ട ഫോർവേഡ്സ് ആരും തന്നെ നമ്മളിനകത്ത് പറഞ്ഞു വെക്കുന്നില്ല. സോ ഇതാണ് ഓൾ ടുഗദർ ഒരു കളക്റ്റീവായിട്ട് നിങ്ങൾക്കൊരു ടീം ഉണ്ടാക്കണമെങ്കിൽ ഈ 4 ലിസ്റ്റ് എടുത്ത് വയ്ക്കുക. ഇതിനാണ് നിങ്ങൾ പതുക്കെ നിങ്ങൾ ബഡ്ജറ്റ് വെച്ച് ഒന്നൊന്നായിട്ട് സെലക്ട് ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ടീം ഉണ്ടായി കഴിഞ്ഞാൽ വലിയ മോശമില്ലാത്ത ടീം ഉണ്ടാക്കാൻ കഴിയും. ഔട്ട് ഓഫ് ദിസ് ഏതെങ്കിലും 1-2 പ്ലേയേഴ്സിനെ ഞാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ പോലും ഓൾ ടുഗദർ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ മൊത്തത്തിലുള്ളൊരു ഓണർഷിപ്പ് നോക്കുമ്പോൾ ഏറെക്കുറെ എല്ലാവരും ടീമും ഇത്രയും പ്ലേയേഴ്സിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നൊരു ടീമായിരിക്കും. ഞാൻ ഇങ്ങനെ പറഞ്ഞു തരാൻ കാരണം, ഞാൻ ഈ പല ഡ്രാഫ്റ്റുകളും എനിക്ക് പേഴ്സണൽ മെസ്സേജ് വരുമ്പോൾ ഞാൻ കാണുന്ന പേരുകൾ എനിക്ക് ഒരു റെലവൻസും ഇല്ലാത്ത കുറേ പേരുകളാണ്. അതായത് കുറേ ഫ്ലൂക്ക് ബൈസ് ഒക്കെ. എന്തിനാണ് നമ്മൾ ഇത്രയും തന്നെ റിസ്ക് എടുത്ത് ഗെയിം വീക്ക് 1 തന്നെ എടുക്കണം എന്നുള്ള കാര്യം എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഗെയിം വീക്ക് 1 ഇറ്റ്സ് നോട്ട് എ ടൈം ടു ടേക്ക് എനി റിസ്ക്. നമുക്ക് പ്രൂവൺ ആയിട്ടുള്ള നമുക്ക് സ്റ്റാറ്റ്സ് കയ്യിലുള്ള നമുക്ക് എന്തെങ്കിലും തരുമെന്ന് ഉറപ്പുള്ള പ്ലേയേഴ്സിനെ വെച്ച് കളിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധി. നിങ്ങൾ ഇപ്പോഴും ഡിഫറൻഷ്യൽ ആവാൻ നോക്കി ഒന്നും ഒരു സ്ഥലത്തും ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കൂടെ പറഞ്ഞു വേണ്ട കാര്യം, എനിക്കറിയാൻ ഡെഡ് ലൈൻ എത്തിക്കഴിഞ്ഞു. എന്നിരുന്നാൽ പോലും ഫുട്ബോൾ ഫീവറിൻ്റെ നമ്മുടെ ലീഗ് ഇപ്പോഴും ഓപ്പൺ ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻറോൾ ചെയ്യാം. ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നു. 500 രൂപ എൻട്രി ഫീസ് ഉണ്ട്. 2 ലക്ഷം രൂപയുടെ പ്രൈസുകൾ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ആദ്യ 100 സ്ഥാനങ്ങളിൽ എത്താൻ കഴിഞ്ഞാൽ നിങ്ങളുടെ 500 രൂപ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുമെന്നുള്ളൊരു കാര്യം നമ്മൾ പറയുന്നു.
ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുന്ന മികച്ച ലീഗാണ് ഫുട്ബോൾ ഫീവർ. നമ്മുടെ ഫാന്റസി ഗുരുവിൻ്റെ ഫ്രീ ലീഗ് അതിൻ്റെ കൂടെ പോകുന്നുണ്ട്. രണ്ടിനും ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് എല്ലാവരും മെസ്സേജ് അയയ്ക്കുക, കോഡുകൾ സ്വന്തമാക്കുക, ഫുട്ബോൾ ഫീവറിന് ഭാഗമാകുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ചാനൽ എല്ലാവരുമായിട്ട് എത്തിക്കാൻ ശ്രമിക്കുക. ഗുഡ് ബൈ.